ഹലോ, വെൽക്കം ബാക്ക് ടു ബട്ടർഫ്ലൈസ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെവിയിൽ പ്രാണികളോ ജീവനുള്ള ചെറിയ ഉറുമ്പോ അതുപോലെയുള്ള ജീവികളോ ഒക്കെ കയറിയാൽ നമുക്ക് വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ജീവനില്ലാത്ത സാധനങ്ങളെ പറ്റി ആയാലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഇൻക്വിസിറ്റീവാണ്. അവർക്ക് എന്താണ്, ഒരു 2 വയസ്സിന് മുകളിലേക്ക് ജനിക്കപ്പോൾ കൊടുത്തിട്ട് തന്നെ അവരെല്ലാം ഇങ്ങനെ നോക്കി, അതിനെ തൊട്ട് നോക്കി, അതിനെ എക്സ്പ്ലോർ ചെയ്ത് അതിനെപ്പറ്റി വിവരങ്ങൾ കളക്ട് ചെയ്യാൻ താല്പര്യരാണ്. ആ ഒരു ത്വരയുടെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾ മൂക്കിലെ ദ്വാരത്തിലായാലും ചെവിയിലെ ദ്വാരത്തിലായാലും എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു സാധനങ്ങൾ കയറ്റി നോക്കും. ഒരുപക്ഷെ അതിൻ്റെ ഡെപ്ത് നടക്കുന്നതായിരിക്കാം, അവരുടെ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ടാവും. അതല്ലാതെ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് തന്നെ പേരൻസ് വളരെ ബിസിയാണല്ലോ. പേരൻസ് 2 പേരും വർക്ക് കഴിഞ്ഞ് വന്നു, വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു, അല്പം സോഷ്യൽ മീഡിയയൊക്കെ നോക്കി വരുമ്പോൾ സമയം തീരെ കുറവായിരിക്കും. അപ്പോൾ ബാക്കി സമയം അവർ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും കുട്ടികൾ ആഗ്രഹിക്കുന്ന ആ ഒരു കരുതൽ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന് ചില കുട്ടികൾക്കെങ്കിലും തോന്നും. അവരും ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് കൊച്ചു കൊച്ചു കുസൃതിയുടെ ഭാഗമായിട്ട് ചെവിയിലും മൂക്കിലും ഒക്കെ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എന്താ കുട്ടികളൊക്കെ എടുത്ത് വെക്കുന്നത്? സാധാരണ നമ്മൾ ഓപ്പിൽ കൊണ്ടുവരുമ്പോൾ കുട്ടികൾ സാധാരണ പെൻസിലിൻ്റെ ചോട്ടിലുള്ള റബ്ബറോ അല്ലെങ്കിൽ മഞ്ചാടി കുരു, കപ്പലണ്ടി, കൊച്ചു കൊച്ചു കല്ലുകൾ, മാലയുടെ മുത്തുകൾ, ഇതൊക്കെ അവർ കാണുമ്പോൾ ഒന്ന് ഇട്ട് നോക്കും. അത് കുട്ടികളാണ്. പിന്നെ കുട്ടികളിലും വലിയവരിലും കാണുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇയർബഡ്സ് വാങ്ങാൻ കിട്ടുമല്ലോ, അതിൻ്റെ പഞ്ഞിയുള്ള അതിൻ്റെ കോട്ടൻ്റെ ഭാഗം. തീർച്ചയായിട്ടും അത് ഒരു ദിവസം ഒരാളെങ്കിലും കോട്ടൺ ബഡ് ചെവിയിലിട്ട് വരാറുണ്ട്. ഇട്ട് കറക്കി കഴിയുമ്പോഴേക്ക് അതിൻ്റെ കോട്ടൺ അതിനകത്തായി പോകും. ഞാൻ വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, ചെവിയിലൊന്നും തന്നെ ഇടാൻ പാടില്ല, ചെവി മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല, ചെവി ശുദ്ധമാകാൻ ചെവിയിൽ തന്നെ സിസ്റ്റം ഉണ്ട് എന്ന്. പക്ഷേ ഇത് എത്ര പറഞ്ഞാലും, കഴിഞ്ഞ 10-40 വർഷമായിട്ട് പറഞ്ഞാലും ഇപ്പോഴും അങ്ങനെ തന്നെ വരാറുണ്ട്. അപ്പോൾ വലിയവരുടെ ചെവിയിൽ നമ്മൾ സാധാരണ കാണുന്നത് ഇയർബഡ്സിൻ്റെ അറ്റത്തുള്ള പഞ്ഞി, മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടിക്കോലിൻ്റെ അറ്റത്തുള്ള ഭാഗം, പിന്നെ ചെറിയ ചെറിയ കമ്പുകൾ, ചെറിയ ചെറിയ ട്വിക്സ്, അതൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇതൊക്കെ ഒരു എമർജൻസിയാണോ, ഒരു അത്യാഹിതമാണോ? പലപ്പോഴും രാത്രി 10 മണിയാകുമ്പോഴായിരിക്കും പേരൻസ് പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്തായിരിക്കും കുട്ടിയുടെ ചെവി, കുട്ടിയും അവരൊന്ന് സ്വസ്ഥമാകട്ടെ അതിനുശേഷം പറയാമെന്ന് കരുതി അവരും മാറ്റിവെക്കും. രാത്രി ആകുമ്പോഴാണ് അവർ പറയുന്നത് ചെവി ഒരു വേദനയുണ്ട് എന്ന്. അപ്പം പേരൻസ് എടുത്ത് തുറന്ന് ടോർച്ചടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ, അപ്പോൾ തന്നെ അവർ അടുത്ത ENT തപ്പി ഓടുകയാവും. അങ്ങനെ ഒരു എമർജൻസി ആണോ ഇത്? തീർച്ചയായിട്ടും അല്ല. ഏതെങ്കിലും ഫോറിൻ ബോഡി അകത്ത് കയറുന്ന ഒരു എമർജൻസി ആകുന്ന എപ്പോഴാണെന്ന് അറിയുമോ? നല്ല ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ, ഏതെങ്കിലും ഒരു മൊട്ടസൂചി അല്ലെങ്കിൽ അതുപോലെ ഗ്ലാസ് പീസ്, അതേപോലെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചെവിയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കണ്ണപടത്തിലോ അല്ലെങ്കിൽ തൊലിയിലോ ഇഞ്ചുറി ഉണ്ടാകാം. അത് തീർച്ചയായിട്ടും എമർജൻസി ആയിട്ട് തന്നെ കൊണ്ടുവരേണ്ടതാണ്. അല്ലാതെ വരുന്ന ഈ സാധനങ്ങളൊക്കെ അതവിടെ സേഫായിട്ട് ഇരുന്നോട്ടെ, നമുക്ക് അടുത്ത ദിവസം സൗകര്യമായിട്ട് നമുക്കൊരു ഡോക്ടറെ, ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അതെടുക്കാവുന്നതേ ഉള്ളൂ. അതൊരിക്കലും ഒരു എമർജൻസി അല്ല. അങ്ങനെ എന്തെങ്കിലും സാധനം കുട്ടിയുടെ ചെവിയിൽ കണ്ടെന്ന് വെച്ച് നമ്മൾ ആരും പാനിക്കാകേണ്ട ആ കാര്യമില്ല. ആ ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തേക്ക്. ആ പാനിക്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു കപ്പലണ്ടി അല്ലെങ്കിൽ ഒരു മഞ്ചാടി കുരുവാണ് ചെവിയിലേക്ക് പോയതെന്ന് വെച്ചാലോ, നമ്മൾ ചെവിയിൽ വെള്ളം ഒഴിച്ച് നോക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ചാടി കുരു സെല്ല് ചെയ്യും, അത് പെരുകും. ഏത് വെജിറ്റബിൾ സാധനം, നട്ട്സ്, ഏതെങ്കിലും സീഡ്സ്, ഇതൊക്കെ ചെവിയിൽ പോയി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുകയോ ഡ്രോപ്സ് ഒഴിക്കുകയോ ചെയ്താൽ അത് ആ വെള്ളം പിടിച്ച് സെല്ല് ചെയ്തിട്ട് ചെവിയിൽ പ്രഷർ ഉണ്ടാക്കും. അത് കുട്ടിക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ചെവിയിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി വന്നാൽ നമ്മൾ സമാധാനത്തോടെ വെയിറ്റ് ചെയ്യുക.
അടുത്ത ദിവസം നമുക്ക് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കണം എന്നുള്ളത് അതുപോലെ പറയുന്നു. കാരണം മറ്റ് ഡോക്ടേഴ്സിന് ഒരു പക്ഷേ അതെടുക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ച് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും സ്കിന്നിൽ അബ്രേഷനൊക്കെ ഉണ്ടാവും, അതും വേദന ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ സമാധാനം, ഒരു പാനിക്കും വേണ്ട. ചെവിയിലൊരു ഫോറിൻ ബോഡി പോയാൽ സമാധാനത്തോടെ അടുത്ത ദിവസം അല്ലെങ്കിൽ 1-2 ദിവസത്തിനകത്ത് ഡോക്ടറിനെ കാണിക്കുക. കുഴപ്പമില്ല, അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കാണിക്കാണ്ടിരിക്കരുത്. കാണിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്നതിനെ അത് കാൽസിഫൈ ചെയ്ത് അവസാനം കാൽസിഫൈ ചെയ്ത് വലുതായി ചെവിയുടെ ആ ലൂമൻ തന്നെ ബ്ലോക്ക് ചെയ്തു പോകും, കേൾവിക്കുറവൊക്കെ വരാം. അപ്പോൾ ഒരു ഫോറിൻ ബോഡി വന്നാൽ ഒരു പനിക്കും വേണ്ട, ചെവിയിലൊരു ഫോറിൻ ബോഡി ഒരു സമാധാനമായിട്ട് അടുത്ത ദിവസത്തേക്കോ അതിൻ്റെ അടുത്ത ദിവസത്തേക്കോ നോക്കി ഡോക്ടറെ കാണിച്ച് അത് റിമൂവ് ചെയ്യാവുന്നതാണ്. ശരി, വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ.